ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗൾഫിലുള്ള ഒരാളുടെ ഒരു വീഡിയോ കാണാറുണ്ട്. എന്തപ്പോൾ ഒരു പേരേക്ക് നന്നായി ഓർമ്മയില്ല. പിന്നെ റിയാസ് പുളക്കൽ എന്നോ എന്തോ ആണ് അവരുടെ ചാനലിൻ്റെ പേര്. ഒരു ഒറ്റപ്പാലം ഉള്ള ആളാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കുടുംബകാര്യങ്ങളും അതൊക്കെ പറഞ്ഞിടും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇന്ന് ഇതിലിട്ടിട്ടുണ്ട്. അവർക്ക് വന്ന ഒരു മെസ്സേജ് അതിനെക്കുറിച്ചിട്ട് പറയണത്. കാരണം നമ്മളെ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം. അല്ലെങ്കിൽ അവർ വേറൊരു വീട്ടിൽ പോകേണ്ട കുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കാലം നമ്മൾ നല്ല ഭക്ഷണം ഒപ്പം ഇരുത്തി ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ അവരെ ഫ്രീഡം കൊടുത്ത് എന്ത് വേണമെങ്കിലും അവർ കഴിച്ചോട്ടെ, എപ്പോൾ വേണമെങ്കിലും കഴിച്ചോട്ടെ, ആ രീതിയിൽ നമ്മളെ വീട്ടിലുള്ളിടത്തോളം കാലം ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു ഞാൻ. പക്ഷേ അത് അയാൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് വലിയ കൂട്ടുകുടുംബമാണല്ലോ അന്നൊക്കെ. കൂട്ടുകുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ കൂട്ടുകുടുംബം നല്ലതാണെന്ന് എല്ലാവരും പറയും. അത് നല്ലതാണ് നല്ല രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകുടുംബം നല്ലതല്ല. അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്നറിയോ, അന്ന് മിക്സിയൊന്നും ഇല്ല, ആട്ടലും ഇല്ല. ഞങ്ങൾ കൊണ്ടുവന്ന വീട്ടിൽ അമ്മി, ചെറിയൊരു അമ്മി, അതും കൂടെ അരച്ചിട്ട് തേഞ്ഞ് സെൻറ്ററൊക്കെ കൂടെ കുഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ പൂതിയായിട്ട്, കഴിക്കാൻ പൂതിയായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്നിട്ട് ഞങ്ങളതിൽ അരച്ച് ചെറിയൊരു അമ്മിയാണ്. ഇക്കൂടെ തന്നെ ആണ് അവിടെ. പിന്നെയൊക്കെ ഞങ്ങൾ മിക്സി കുറേ കഴിഞ്ഞപ്പോൾ മിക്സി വാങ്ങി. അന്ന് ഇല്ല മിക്സി, ആരും വാങ്ങി തരില്ല. അപ്പോൾ ആ രീതിയിലായിരുന്നു. എന്നിട്ട് അരച്ചിട്ട് കുറേ സെറ്റിട്ട് അരി അരച്ചിട്ട് ദോശയ്ക്കിട്ട് അന്നത്തെ കാലത്ത് വേറെ ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ അരച്ചതാവും. ഈ കുറേശ്ശേ ലേഖം അരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അരച്ചതാവും. പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ ലാസ്റ്റ് എത്തി ഞങ്ങൾ ഒന്നെടുത്തിട്ട് പൊട്ടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ മരുമക്കൾ. അന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ മരുമക്കളായിട്ട് അവിടെ. 4 ആളാണ് ഞങ്ങൾ. പിന്നുള്ളവർ വന്നപ്പോൾ പിന്നെയൊക്കെ കുറേയൊക്കെ ഒരു ഇത് സുഖമായിരുന്നു. അവിടെ സുഖമാവല്ല, അവരൊക്കെ വേറെ സെപ്പറേറ്റ് ആയ വല്ലതും ഇതൊക്കെ ഉണ്ടായി. മൂത്തവരാണ് അവിടെ കഴിച്ച് തൂങ്ങി നിന്നത് അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദോശ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഈ ചായ നിന്ന് കഴിക്കും. കാരണം ഇല്ല, പിന്നെ ഉണ്ടാവില്ല, എല്ലാവർക്കും കൊടുത്തിട്ട്. പക്ഷെ അതിന് ഞങ്ങൾ ചീത്തട്ടായിരുന്നു. എല്ലാവർക്കും വയറ് നിറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കഴിക്കാതെ. എനിക്കൊക്കെ ചായയും കടിയും കഴിച്ചുള്ള ശീലമായിരുന്നു. എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് ചായ കുടിച്ചിട്ട് 7 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയാലാണ് എനിക്ക് ബസ് കിട്ടുള്ളൂ. പാലപ്പുറം NSS കോളേജ് ഉണ്ട് ഒറ്റപ്പാലം. അവിടേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾ ഉൾനാടാണ്, അവിടുന്ന് ബസ് കിട്ടണം. ആ ബസ് സമയം 7 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ ബസ് കിട്ടും. 7:25 ബസ് കിട്ടണമെങ്കിൽ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകണം. അങ്ങനെ ഓടി പോകും. അപ്പോൾ ആ നേരത്ത് ഭക്ഷണം കഴിച്ചിട്ടും ചായ കടി എന്താ വെച്ചാൽ അത് കഴിച്ചു പോയിട്ടുള്ള ശീലമാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കും രാവിലെ. പക്ഷേ അവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് നല്ല മോരും ചോറൊക്കെ ഉണ്ടാവും. പശുവുണ്ട് എപ്പോഴും വീട്ടിൽ, അപ്പോൾ അതുണ്ടാവും. അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അങ്ങനെ രാവിലെ എന്തായാലും നേരത്തെ കഴിച്ച് ശീലമായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്ത് കഴിക്കണം രാവിലെ നേരത്തെ. ചോറുണ്ടാവും, തലേദിവസത്തെ വെള്ളച്ചോറ് കഴിക്കണം. അത് കഴിക്കാനൊന്നും തോന്നില്ല. ആരും കഴിക്കില്ല. ഇവരൊക്കെ 10 മണിക്ക് എണീച്ചിട്ട് ഒരു ആണുങ്ങളുടെ വീട് എന്താവും അവസ്ഥ? അത് കഴിക്കുന്ന ആൾക്കാരല്ലേ. ഒരു ആണുങ്ങളുടെ വീട്ടിലേക്കാണ് ഞാൻ വന്നപ്പോൾ ചേച്ചിയില്ല അവിടെ ആ സമയത്ത്. എന്നിട്ട് അങ്ങനെയായിട്ട് ഞാൻ കുറേ ഒരു ചെമ്പ് ചായ വെച്ചിരിക്കും, കട്ടൻ ചായ. അതിൽ മധുരമിട്ടില്ല. വേണ്ടവർക്ക് മധുരമിട്ട് കുടിക്കാൻ അത്ര എനിക്കിതറിയില്ല. ഇവർ മധുരമിടാതെ ചോദിച്ച് ഞാൻ ഇട്ട് കുടിച്ചപ്പോഴേ അത് തണുക്കും ചെയ്താണ്. എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് അവിടെ അടുത്ത വീട്ടിലൊരു കുട്ടി എൻ്റെ കൂടെ നിന്നിരുന്നു. കാര്യം അവരുടെ കുടുംബത്തിലൊരു കുട്ടി തന്നെ വെള്ളമൊക്കെ ഒന്ന് ഏറ്റി കൊണ്ടണം. ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് നിറയ്ക്കും. കിണറുണ്ടായിരുന്നില്ല, കുറേ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കും. എത്ര നേരമെന്നറിയോ പട്ടിണി കിടന്നിട്ട്. രാവിലെ എണീച്ചാൽ ഈ വെള്ളപ്പണി തന്നെയൊക്കെ പണി. അവിടെ അച്ഛനാറിന് അടുക്കളയിൽ കയറിയിട്ട് ചായയും ചോറൊക്കെ വയ്ക്കുക. ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ആൾ. എന്നിട്ട് അപ്പോൾ ഞാൻ ഈ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ നിറയ്ക്കുക കുട്ടിയും കൂടിയിട്ട്. എത്ര നേരം വെച്ചിട്ട് ഇവിടെ 9 മണിയായാലും ഇവിടെ ഒന്നും തിന്നണ്ടല്ലോ. എൻ്റെ വിചാരം കടി പാവും എന്ന് വിചാരിച്ചിട്ട് വലിയ കടി. അപ്പോൾ ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തിന്നാഞ്ഞിട്ട് ഒരു ജാതി ഉണ്ട് പറഞ്ഞു ഞാൻ. അപ്പോൾ അവളിത് ഇവരോടാണ് വന്ന് പറഞ്ഞിട്ട് ബ്രെഡ് വാങ്ങിക്കൊണ്ടല്ലോ തുടങ്ങി. അങ്ങനെ ഞാൻ ബ്രെഡോ വല്ല ഗോതമ്പ് റവയൊക്കെ അന്ന് ഫസ്റ്റിലൊക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അതൊക്കെ നിന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞ ഈ ഒരു വാക്ക് എന്ത് ഇപ്പോൾ മീനായാലും എന്താണെങ്കിലും അവസാനം എത്തുമ്പോഴേക്കൊന്നും ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല.
പിന്നെ ചിക്കനൊക്കെ വെച്ചാൽ വിളമ്പി തരണം. ഞങ്ങൾ വെക്കും, പക്ഷെ വിളമ്പിയെടുക്കാൻ പാടില്ല. അത് വിളമ്പിയിട്ട് ഞങ്ങൾക്കൊക്കെ ഇത് നോക്കിയിട്ടാണ് തരിക. ഇതിലെല്ലാം ആണെങ്കിൽ ഞങ്ങൾക്കുള്ളത് മറ്റൊന്നും കിട്ടില്ല. മാസത്തിലൊരിക്കലൊരു വാങ്ങലുണ്ടായിരുന്നു, അതിന്ന് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നൊന്നും അതിനോർത്ത വിഷമം തോന്നില്ല. കാരണം എന്താണെന്നറിയാം, അങ്ങനെ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ച് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുമ്പോഴാണ്. അതോട്ട് പോകില്ല, പറഞ്ഞേക്കില്ലല്ലോ അങ്ങനെ. അപ്പോൾ അതേപോലുള്ളൊരു അനുഭവം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് വെച്ചാൽ പറയണേ നിങ്ങൾ. ഇതൊന്നും ഇപ്പോൾ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒന്നും പറയണതല്ല, പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാൻ. ഇന്നിപ്പോൾ ഞങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കി തിന്നും, പക്ഷെ എനിക്ക് വേണ്ട, പിന്നെ വേണം തോന്നണില്ല. അതുകൊണ്ട് പിന്നെ ചെയ്യണമില്ല. പക്ഷെ നമ്മൾ തിന്നേണ്ട ഒരു സമയമുണ്ട്, ഭക്ഷണം കഴിക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ കഴിക്കണം. ഞാൻ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്ന ആളാണ്. ആ സമയത്തേക്ക് കിട്ടേണ്ടത് ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് ഓരോ ഘട്ടത്തിലേക്ക് കിട്ടുന്നതൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ജീവിച്ച ആളാണ് ഞാൻ. ഇന്നിപ്പോൾ എല്ലാം ഇവിടെ വീട്ടിൽ അത്യാവശ്യം എല്ലാതും ഉണ്ട്. പിന്നെ ഒന്നുമില്ല അടുക്കളയിൽ, എല്ലാം ഉണ്ട്. പക്ഷെ വേണ്ട, അതാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇരുന്ന് കഴിക്കില്ല. ഇനിയിപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ചുള്ളൂ. അപ്പോൾ അതാണ്, നമ്മൾ കഴിക്കുന്ന സമയത്ത് വേണം, അല്ലെങ്കിൽ കിട്ടിയത് എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇത്ര തന്നെയുള്ളൂ.